മഴക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നില്ലെന്ന് പരാതി. 2.5 വർഷമായി തുക മുടങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 25,28,000 ചില്ലുവാനം രൂപയാണ് ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതക്കാഴ്ചകളാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയുന്ന ഭൂമി നിമിഷനേരം കൊണ്ട് ഇല്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 ഇടുക്കിയിൽ ആകെ 400 അപേക്ഷകളിലായി 25,80,800 പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തമ്പാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,33,000 രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4.25 ലക്ഷത്തിലധികവും, ഇളന്തേശം ബ്ലോക്കിൽ 3,77,000 കട്ടപ്പനയിൽ 3,43,000 രൂപ വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1 ലക്ഷത്തിലധികം രൂപയുണ്ട്. 1/2 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ്. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് അതൊരു വലിയ സഹായം തന്നെയായിരിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് അനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.